നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പത്തനംതിട്ട വേൾഡ് ഷിപ്പ് സെൻറ്റർ, അതായത് ഇലോഹ വേൾഡ് ഷിപ്പ് പ്രാർത്ഥനാ സെൻറ്റർ, അവിടുത്തെ നാരാധകന്മാരായ കുറേ പാസ്റ്റർമാരുണ്ട്. കാമക്കടുകൾ എന്ന് പറയാം, അങ്ങനെ തന്നെ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇപ്പം ഈ അടുത്ത് അവിടെ 17 വയസ്സായ കുട്ടികൾക്ക് വരെ മർദ്ദനമേറ്റ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അതിനൊക്കെ പാസ്റ്റർ ആണായിട്ട് പറയുന്നത്, ഞങ്ങൾ അങ്ങനെ സംഭവിച്ചിട്ടില്ല, ഞങ്ങളെ സ്നേഹിക്കാൻ മാത്രമേ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൂ. നീയൊക്കെ എന്ത് തേങ്ങ സ്നേഹമാണ് കുട്ടികളോട് സ്നേഹിക്കുന്നത് എനിക്കറിയത്തില്ല. കാരണം അങ്ങനെ ഇങ്ങനെയുള്ള കാമക്കടുകളെയൊന്നും സംരക്ഷിക്കാൻ പാടില്ല. കുട്ടികളോട് എന്തോ അപമര്യാദയായിട്ട് പെരുമാറി, അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ട് ബാലവേല ചെയ്യിപ്പിക്കുക, അതുപോലെ തന്നെ അവിടുത്തെ അന്തേവാസികൾക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുക, വളരെ ക്രൂരമായിട്ട് ഇടപെടുക, ഇതൊക്കെയാണ് അവിടുത്തെ ചെയ്യുന്ന ചില രീതികൾ. എന്നാൽ ഇപ്പോൾ ഒരു പുതിയ വാർത്ത കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് അവിടെ അവിടുത്തെ ബിനു വാഴമുട്ട എന്ന് പറയുന്ന വലിയൊരു പാസ്റ്ററുണ്ട്. ആ പാസ്റ്ററിൻ്റെ അനുയായിയായ ഒരു പാസ്റ്ററുണ്ട്, പേര് പ്രിൻസ്. അപ്പോൾ ഈ ബിനു വാഴമുട്ടത്തെ പാസ്റ്ററെ കാണാൻ പോകുന്ന സമയത്ത് തന്നെ ഈ അനുയായിയായ ഈ പ്രിൻസിനെ ഒരു വീട്ടമ്മ പരിചയപ്പെടുന്നു. കാരണം പാസ്റ്ററല്ലേ എന്നുള്ള രീതിയിൽ. കാരണം പാസ്റ്ററെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്നുള്ള രീതിയിലാണ് പാസ്റ്റർമാരായാലും അച്ഛന്മാരെയൊക്കെ കാണുന്നത്. അങ്ങനെ അവിടെ ചെന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പം ഇവരോട് പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് പീഡകൾ, അതുപോലെ തന്നെ വ്യാധികൾ ഒക്കെ കടന്നു കൂടിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് നിങ്ങൾക്ക് ശാപം കിട്ടിയ വീടാണ്. അപ്പോൾ അതൊക്കെ പ്രാർത്ഥനയിൽ കൂടെ പോകണം, പ്രാർത്ഥനയിൽ കൂടെ നമുക്കത് ഒഴിവാക്കി തരാം. അപ്പോൾ 12,000 രൂപ, 12,000 എന്ന് പറഞ്ഞാൽ 12,000. അപ്പം ഈ 12,000 രൂപ നിങ്ങൾ തന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലാ കാര്യവും നിറവേറ്റി നിങ്ങളെ പ്രാർത്ഥിച്ച് സുഖപ്പെടുത്തിക്കോളാം. ഈ വീട്ടമ്മ അത് നേര് കരുതി കേട്ടോ. അതിനുശേഷം അവരെ ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ ഇവർ നിർബന്ധിക്കുകയാണ്. എങ്ങനെയുണ്ട്? നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം. എന്ന് പറഞ്ഞവനെ പരിചയപ്പെട്ടത്. അപ്പൊ എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ഇതുപോലെ ഞാൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. 12,000 രൂപ തരണം എന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് താഴൂണും കഴിഞ്ഞ് 12 മണിയായപ്പോഴാണ് ഇവിടുന്ന് പോയി. പിന്നെ നമ്മുടെ അടുത്ത് വൃത്തികേട് പറയുക, കല്യാണം കഴിക്കാതെ നിൽക്കുക, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുക. ഒത്തിരി പെണ്ണുങ്ങളുമായിട്ട് ഒത്തിരി വഴിവിട്ട ബന്ധമുള്ളതൊക്കെയാണെന്നറിഞ്ഞ് കഞ്ചാവ് കേസിലെ പ്രതിയാ. പിന്നെ എന്റെ അടുത്ത് പിന്നെ പറഞ്ഞു, കൊല്ലം ചാത്തന്നൂരെങ്ങാണ്ട് വീടെടുത്തിട്ടുണ്ട്, അങ്ങോട്ട് ചെല്ലാനെന്ന് പറഞ്ഞു. കൊല്ലം റൂറൽ എസ് പിക്ക് പരാതി കൊടുത്തു. അവിടെ നിന്ന് നമുക്ക് ഒരു നീതി. വിഷ്ണു പുതുശ്ശേരിയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിഷ്ണു, ഈ വർഷിപ്പ് സെന്ററിനെതിരെ നേരത്തെയും ഗുരുതരമായിട്ടുള്ള പരാതികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുട്ടികളെ അടക്കം വലിയ രീതിയിൽ മർദ്ദിക്കുന്നു, അന്തേവാസികൾക്ക് ഭക്ഷണം പോലും നൽകാതെ ക്രൂരത കാണിക്കുന്നു. ഇപ്പോഴിതാ മറ്റൊരു ലൈംഗിക അതിക്രമത്തിന്റെ പരാതി കൂടി ലഭിക്കുമ്പോൾ വീട്ടമ്മ മീഡിയ വണിനോടാണ് പ്രതികരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്? എലോഹിം വർഷിപ്പ് സെന്ററിനെതിരെ ഗുരുതര ആരോപണമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വരുന്നത്. ഈ പറയുന്ന പാസ്റ്റർ ബിനു വാഴമുട്ടത്തിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ പുറത്തു വരുന്നു. ബാലപീഡനം അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഈ പാസ്റ്ററുടെ സഹായിയായ ഒരാൾക്കെതിരെ, പ്രിൻസ് എന്ന് പറയുന്ന പാസ്റ്റർക്കെതിരെ ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിച്ചു എന്ന് വീട്ടമ്മ ആരോപിക്കുന്നത്. എലോഹിം വർഷിപ്പ് സെന്ററിലെ പ്രാർത്ഥനയ്ക്ക് എത്തിയ വീട്ടമ്മയാണ് പ്രിൻസ് വീട്ടിലെത്തി പ്രാർത്ഥന നടത്താമെന്ന് പറഞ്ഞ് സമീപിക്കുകയായിരുന്നു. വീട്ടിലെ ദുരിതങ്ങൾ പ്രാർത്ഥിച്ചൊഴിവാക്കി തരാമെന്ന് പറഞ്ഞായിരുന്നു ഇയാൾ സമീപിച്ചത്. പിന്നീട് വീട്ടിലെത്തിയ ശേഷം ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിക്കുകയായിരുന്നു. തുടർന്ന് ഫോണിൽ വിളിച്ച് നിരന്തര ശല്യം നിങ്ങളെ വീട്ടമ്മയുടെ സംസാരം കേട്ടല്ലോ, അത് തന്നെയാണ് അവിടെ നടന്നത്. എന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വീട്ടിൽ നിന്ന് വയറ് നിറയെ വെട്ടി വിഴുങ്ങി നല്ല ഉരുട്ടി അടിച്ചിട്ടാണ് പോണത്. ഭക്ഷണമൊക്കെ കിട്ടി ശാപ്പാടൊക്കെ തിന്ന് വയറൊക്കെ തിന്ന് കൊടുത്ത് വീർപ്പിച്ചിട്ടാണ് ഈ പാസ്റ്റർ പോകുന്നതെന്ന്. എന്നിട്ട് ഈ ചേച്ചിയെ തന്നെ നിങ്ങൾ ഇപ്പം ഞാൻ വോയിസ് കേട്ടല്ലോ, നിങ്ങൾ ഈ ചേച്ചിയെ വേറെ ഇവിടെ അച്ഛൻ വീടെടുത്തിട്ടുണ്ട്, അച്ഛനല്ല പാസ്റ്റർ, അങ്ങോട്ട് പോകണം, അവിടോട്ട് വാ, നമുക്ക് അവിടെ താമസിക്കുന്നൊക്കെ പറഞ്ഞു. അവർ എന്നെ കിട്ടത്തില്ല, ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വെറും കാമം ഭ്രാന്ത് വെച്ചും നടക്കുന്ന ഇങ്ങനെയുള്ളവരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തതാണ്. പോലീസിന് ഇവരെ പേടിയാണ്. കാരണം ഈ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇവരുടെ പേരിൽ ഒരുപാട് കംപ്ലൈൻറ്റുകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച മുതലാണ് ഇപ്പോൾ ഇതിൻ്റെ തുടക്കം. 2 ആഴ്ചയായി ഇപ്പോൾ തുടങ്ങിയിട്ട്. അതായത് പ്രാർത്ഥന സെൻറ്ററിൽ കുട്ടികളെ ഉപദ്രവിച്ചെന്നുള്ള പേരിൽ പ്രാർത്ഥന നടത്താൻ BJPക്കാർ സംബന്ധിച്ചിട്ട് ഒരു കൂട്ടം BJPക്കാർ അവിടെ പ്രാർത്ഥന സെൻറ്ററിലോട്ട് ഇരച്ചു കയറി സംഘർഷഭരിതമാക്കി. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ബിനു വാഴമുട്ടത്തിൻ്റെ ഈ അനുയായിയായ ഈ പ്രിൻസിൻ്റെ പേരിൽ ഇങ്ങനെ പീഡന പരാതി വരുന്നത്. പ്രിൻസ് പാസ്റ്റർ എന്തായാലും സംഗതി ഇപ്പം വെട്ടിലായി. വീട്ടമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. അപ്പോൾ പെട്ട് കഴിഞ്ഞാൽ കേസായി കഴിഞ്ഞാൽ കേസാത് തന്നെയാണ്. ഇപ്പം എത്ര കേസ് കൊടുത്തിട്ടുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇപ്പോൾ വീട്ടമ്മ വളരെ ദുരനുഭവങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കണം. കുറേ ദിവസം എനിക്ക് വീഡിയോ ചെയ്യണം തോന്നിയിരുന്നു. പക്ഷേ സമയം കിട്ടിയില്ല. ഇപ്പോഴാണ് എനിക്കതെന്ന് പറയാൻ തോന്നിയത്. അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റാര് ചെയ്തു കഴിഞ്ഞാൽ ഏത് വലിയവനായാലും അവരുടെ പേരിൽ ഒരു മുഖപുരയും കൂടാതെ നടപടി എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാ പ്രേക്ഷകരുടെ എന്താണെന്നുള്ള അഭിപ്രായം എന്ന് പ്രേക്ഷകർ കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, വീണ്ടും ഒരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.